ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ നമുക്ക് വരാൻ സാധ്യത സെക്കൻഡ് ടൈമിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഗ്രാമർ ഭാഗത്ത് നിന്ന് നഅത്ത് മൻഊത്ത് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് നഅത്ത് മൻഊത്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് ആദ്യം സാറ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനോടൊരു എക്സാമ്പിൾ പറയുകയാണ്. പിന്നെ വലതുൻ അല്ലെങ്കിൽ അൽ വലതു വേണ്ട, വലതുൻ സോലിഹുൻ, വലതുൻ സോലിഹുൻ. ഒരു എക്സാമ്പിൾ പറയണം, വലതുൻ സോലിഹുൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ വലത് എന്ന് നമുക്കറിയാം, അർത്ഥം അറിയാം എന്താണ് വലത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടി അല്ലേ, ആൺകുട്ടിക്കാണ് വലതെന്ന് പറയാം, കുട്ടിയാണ്. പക്ഷെ ആ ആൺകുട്ടി എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, ആ ആൺകുട്ടി എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല, ആൺകുട്ടീനെ കുറിച്ചൊരു ഐഡിയ നമുക്കില്ല. പക്ഷേ ഇവിടെ ആ ആൺകുട്ടിയെക്കുറിച്ചൊരു വിശേഷണം പറഞ്ഞു, അവൻ ആരാണ്, സോലിഹുൻ, നല്ലവനാണ്. ഓക്കെ, എന്ത് പറഞ്ഞു, നല്ലവനാണ്. അപ്പോൾ ഇതേപോലെ ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യും, ഒരു വിശേഷണം പറയും, ഒരു ക്വാളിറ്റി പറയും അല്ലേ. അങ്ങനെ ക്വാളിറ്റി പറയുമ്പോൾ ഈ സെൻറ്റൻസിൽ കൊടുത്ത ക്വാളിറ്റി ഏതാ, വലതുൻ കുട്ടി, സോലിഹുൻ നല്ലവനാണ്. ഓക്കെ, അപ്പോൾ കുട്ടി എന്നുള്ളതാണ് ക്വാളിറ്റി, നല്ലവൻ എന്നുള്ളതാണ് ക്വാളിറ്റി. യെസ്, നല്ലവൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ക്വാളിറ്റിക്ക് അറബിയിൽ പറയുന്ന പേരാണെന്ത്, നഅത്ത് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ. എന്താണ് നഅത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ വിശേഷം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നു, ഒരു ആളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിശേഷണം പറയുന്നുണ്ടെങ്കിൽ ആ വിശേഷണത്തിന് അറബിയിൽ പറയുന്ന വാക്കാണെന്ത്, നഅത്ത് എന്നുള്ളത്. ഓക്കെ, ഇനിയോ അതേ സെൻറ്റൻസിൽ ഒരു കാര്യത്തെക്കുറിച്ച് വിശേഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനം കൂടി ഉണ്ടാവും അല്ലേ. ആരെക്കുറിച്ചിട്ടാണോ എന്തിനെക്കുറിച്ചിട്ടാണോ വിശേഷണം പറയുന്നത് അതിന് അറബിയിൽ എന്ത് പറയും, മൻഊത്ത് എന്ന് പറയും കേട്ടോ. എന്ത് പറയും, മൻഊത്ത്. ക്ലിയർ ആയല്ലോ. സാർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഒരു സെൻറ്റൻസിൽ എന്ത് ചെയ്യുന്നു, ഒരു വിശേഷണം പറയുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ പറയുന്ന വിശേഷണം എന്താണോ ആ വാക്കിന് എന്ത് പറയും, നഅത്ത് എന്ന് പറയും. ഇനി ആരെക്കുറിച്ചിട്ടാണോ വിശേഷണം പറയണത്, ഇവിടെ ആരെക്കുറിച്ചുള്ള വിശേഷണം, കുട്ടിയെക്കുറിച്ചിട്ടാണ്. ആ ആരെക്കുറിച്ചാണ് വിശേഷണം പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് വിശേഷണം പറയുന്നത് അതിന് അറബിയിൽ എന്ത് പറയും, മൻഊത്ത് എന്ന് പറയും. ക്ലിയറായോ. അപ്പോൾ ഇതാണ് നഅത്ത് മൻഊത്ത് എന്നുള്ളത്. ഇനി ഇതിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും നഅത്തായിരിക്കും രണ്ടാമത് ലാസ്റ്റിൽ വരിക, അവസാനത്തിൽ വരിക. ഫസ്റ്റ് എന്തായിരിക്കും വരിക, മൻഊത്തായിരിക്കും. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് വരൽ മൻഊത്ത്, അല്ലെങ്കിൽ ആദ്യം നഅത്ത്, ആദ്യം വിശേഷണം പറഞ്ഞിട്ട് പിന്നെ വിശേഷണം പറഞ്ഞ ആളെ കുറിച്ച് പറയില്ല. ആദ്യം ആരെക്കുറിച്ചാണ് വിശേഷണം അത് ആ വാക്കായിരിക്കും ആദ്യം യൂസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് വരൽ മൻഊത്തും രണ്ടാമത് നഅത്തുമായിരിക്കും വരിക. അതാണ് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, മൻഊത്ത് എങ്ങനെയാണോ അവസാനിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യണം, അവിടെ വലതുൻ അവസാനിച്ചു അല്ലേ. എന്നാൽ അതേപോലെ തന്നെ അവസാനിക്കും, മൻഊത്ത് അവസാനിക്കും. ഇങ്ങനെ നമുക്കിതിനെ കണ്ടെത്താം. അപ്പോൾ ഇതിൻ്റെ നഅത്താണോ എന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ മൻഊത്താണെന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അതേപോലെ തന്നെയാണോ മൻഊത്ത് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ മൻഊത്തിന് അതേപോലെ തന്നെയാണ് നഅത്ത് അവസാനിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ, ഹിയ അവൾ ഡാഷ് മാഹിറത്തുൻ, മാഹിറത്തുൻ ആണ് അല്ലേ. അപ്പോൾ മാഹിറത്തുൻ എന്ന് അവസാനിക്കുന്ന സ്ത്രീലിംഗമായിട്ട് ആ വാക്ക് അവസാനിക്കും, തുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വാസിഉൻ പറ്റോ, പറ്റൂല. തൊബീബത്തുൻ പറ്റോ, പറ്റും അല്ലേ. അപ്പോൾ എന്താണ് ഇത് മാഹിറത്തുൻ, അപ്പോൾ ഇതിൻ്റെ മൻഊത്ത് എന്തായിരിക്കണം, അതേപോലെ തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. ഉദാഹരണം ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൻഊത്തുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഈ തൊബീബത്തുൻ, ഇപ്പോൾ ഒന്നിൻ്റെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കൂ, രണ്ടാമത്തത് റാഷിദുൻ സോലിഹുൻ എന്നാണ്, റാഷിദുൻ സോലിഹുൻ അല്ലേ. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി, ഇവിടെ രണ്ട് വാക്കുണ്ട്. ഒന്നിൻ്റെ അർത്ഥം എന്താണ്, വാസിഉ എന്നാണ്. വാസിഉ വിശാലമായത് നല്ലവനാവോ, പറ്റൂല അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഒരു വേണമെങ്കിൽ ഒരു കുട്ടീൻ്റെ പേരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആലോചിക്കാം. അപ്പോൾ നമുക്ക് പെൻഡിങ്ങിൽ വെക്കാം അല്ലേ. വാസി എന്നൊരു കുട്ടിയുണ്ട്, അപ്പോൾ അവൻ നല്ലവനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് ഓർത്ത് നോക്കൂ, വലതുൻ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ഇത് രണ്ടും പറ്റും. വലതുൻ സോലിഹുൻ കുട്ടി നല്ലവനാണ്, അത് പറ്റും. പക്ഷെ വാസി എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചത് ഒരു കുട്ടീൻ്റെ പേരാണെങ്കിലോ. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് നോക്കാം, മൈദാനുൻ അല്ലേ. എന്താണ് മൈദാനുൻ, എന്താ മൈദാനം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് അല്ലേ. ഗ്രൗണ്ട് എന്ത് ചെയ്യും, ആൺകുട്ടിയാണെന്ന് പറയാൻ പറ്റുമോ, പറയില്ല അല്ലേ. പിന്നെ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരിക്കലും വലതു എന്നുള്ള എന്താ വരിക, നഅത്തായി വരുമോ, കുട്ടി എന്നുള്ള വിശേഷണമായിട്ട് വരൂല. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ലാസ്റ്റിൽ വരില്ല. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക, മൈദാനുൻ
വാസി ഉൻ, അതിൻ്റെ വിശേഷമാണല്ലോ, വിശാലമായത് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. വിശാലമായത് വാസി ഉൻ അല്ലേ, മൈദാനുൻ വാസി ഉൻ. അപ്പോൾ ഇതെന്തായി, അപ്പോൾ ഇത് 3 ഇതാണ്. 2 എന്ത് ചെയ്യും, ബലദുൻ എന്തായി റാഷിദുൻ അല്ലേ. ഇനി ഇവിടെ റാഷിദ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ വാസി ഒന്നും ഇവിടെ അവിടെ വരില്ല. ഓക്കെ, അപ്പോൾ സാറത് കൊടുക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആലോചിച്ചു, നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ രണ്ടിനും പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് സാർ ഇവിടെ രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അങ്ങനെ ചിന്തിക്കില്ല പരീക്ഷയ്ക്ക്. സാറ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മൂന്നാമത്തേന് ഒരിക്കലും ഇത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ആൻസർ ഏറ്റവും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. ആ കൺഫ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, 2 ഒരേപോലെ വരുന്നു തോന്നിയാൽ ഏതിനാണ് കൂടുതൽ കറക്റ്റ് വരിക എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ചില ആൻസറുകൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്, പിന്നെ ഇവിടെ നമുക്ക് തൊബീബത്ത് അല്ലേ, തൊബീബത്ത് ഡോക്ടർ, തൊബീബത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരേപോലെ അവസാനിക്കുന്നു, ഇവിടെ ഒരേപോലെ അവസാനിക്കുന്നു, ഇവിടെയും ഒരേപോലെ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അപ്പോൾ നഅത്ത് എന്താണെന്ന് സാറ് പറഞ്ഞു, മനഉത്ത് എന്താണെന്ന് പറഞ്ഞു, 2 പ്രത്യേകത പറഞ്ഞു. നഅത്ത് എപ്പോഴും രണ്ടാമതാണ് വരിക, ഫസ്റ്റ് ഏതാ വരിക, മനഉത്ത് തന്നെ വരിക. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്, രണ്ടും ഒരേ രീതിയിലായിരിക്കും അത് അവസാനിക്കുക, അതിൻ്റെ രൂപം ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷ ക്വസ്റ്റ്യൻ വന്നാൽ അടിപൊളിയായിട്ട് എഴുതുക കേട്ടോ. അസ്സലാമു അലൈക്കും.